ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഷിലൂസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ സ്കേർട്ടിനോടൊപ്പമൊക്കെ ധരിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. ഇതിൽ 2 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്കുള്ള മെഷർമെൻറ്റാണ് കാണിച്ചു തന്നിരിക്കുന്നത്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ മിഡിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിച്ചു തന്നിരുന്നു. നല്ല ഫ്ലെയറോട് കൂടിയിട്ടുള്ള ഒരു സ്കേർട്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. ടോപ്പിനുള്ള മെഷർമെൻറ്റ്സ് എത്ര അടയാളപ്പെടുത്തിയെന്ന് നോക്കാം. അപ്പോൾ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് ഒരു 4.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആം ഹോളിൻ്റെ അവിടെ അതേ അളവിൽ തന്നെ 4.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ചെസ്റ്റ് അളവ് ഒരു 5.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിരിക്കണ്. അതിനോടുകൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തി കൊടുത്തിരിക്കണ്. അതേ അളവിൽ തന്നെ ഇവിടെ താഴേക്ക് മാർക്ക് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് കുറച്ച് വെച്ചിട്ട് ഒരു 5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം 2 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ കൂട്ടി കൊടുത്തിട്ട് ഇങ്ങനെയാണ് മാർക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത്. നെക്കിൻ്റെ വീതി 2 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. നീളം 3 ഇഞ്ചിലുമാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. നെക്കിൻ്റെ മെഷർമെൻറ്റ് ഇതേപോലെ സ്ക്വയർ ഷേപ്പിൽ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് 1/2 ഇഞ്ച് മേലേക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് ബാക്ക് നെക്കിന് വേണ്ടിയിട്ടാണ്. കൈക്കുഴിൻ്റെ അവിടെ ഒരു കുട്ടികൾക്കൊക്കെ ആയതുകൊണ്ട് 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് കൈക്കുഴി വരഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തിയ ആ ഭാഗത്തിലൂടെ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒക്കെ സെപ്പറേറ്റ് ആക്കി കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്യുക, അതിന് ശേഷം ആണ് ഇതേപോലെ പീസ് മാറ്റിയതിന് ശേഷമാണ് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഫ്രണ്ടിനും ബാക്കിനും കൂടെ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വിടുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നെക്കിന് വിടുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് സിബൊന്നും അറ്റാച്ച് ചെയ്ത് കൊടുക്കണില്ല. നമ്മൾ എടുത്ത ഫ്രണ്ട് നെക്കിനെക്കാട്ടിലും ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചൊക്കെ കുറച്ചിട്ട് വേണം ബാക്ക് നെക്ക് കട്ട് ചെയ്യാൻ. ഇനി ഇതിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മറിച്ച് വരുമ്പോൾ ഇതേപോലെ ഒരു കോട്ടൻ്റെ ലൈനിങ് ആവശ്യമുണ്ട്. അപ്പോൾ ഇതേപോലെ ഇതിൽ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. നമ്മൾ ഈ എടുത്ത ഈ ടോപ്പിനനുസരിച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച ഇതാണ്. 2 പീസ് ഇതേപോലെ എടുക്കണം. ഫ്രണ്ടിനും ബാക്കിനും കൂടെ അതേപോലെ പ്ലെയിൻ നെറ്റും ഇതേപോലെ കട്ട് ചെയ്യണം. സാറ്റിൻ്റെ ക്ലോത്തിൽ മാത്രമേ ഉള്ളൂ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. നെക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനും കൂടെ 2 പ്ലെയിൻ നെറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി വേറെ പീസ് കട്ട് ചെയ്ത് മാറ്റണത് നമ്മളെ കയ്യിന് ഒരു ചെറിയ ഞൊറി വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ചെറുതായിട്ട് ഒരു ഞൊറി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. നമ്മൾ എത്രയാണ് മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്കിഷ്ടമുള്ള പോലെ ഞൊറിക്ക് ലെങ്ത്തിന് ആവശ്യമുള്ള മെഷർമെൻറ്റ് ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. ആദ്യം ഈ പ്ലെയിൻ നെറ്റും ഈ സാറ്റിൻ്റെ ക്ലോത്തും തമ്മിൽ ഇതേപോലെ ജോയിൻറ്റ് ചെയ്യണം. അപ്പോൾ സാറ്റിൻ്റെ ക്ലോത്തിൽ നമ്മൾ നേരത്തെ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തിയിരുന്നു. അതിൻ്റെ നല്ല വശത്തും അതേപോലെ നെറ്റിൻ്റെ നല്ല വശവും കൂടെ കൂട്ടിയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇതിന് ശേഷമുള്ളൂ നമ്മൾ നേരത്തെ എടുത്ത കോട്ടൻ്റെ പീസ് വെച്ച് നെക്ക് മറിച്ചടിക്കുള്ളൂ. ഇത് തമ്മിൽ ജോയിൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ രീതിക്ക് സ്റ്റിച്ച് ചെയ്യണത്. എന്നിട്ട് എക്സ്ട്രാ വരുന്ന തയ്യത്തുമ്പൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഇങ്ങനെ ഈ രീതിക്ക് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല പതിഞ്ഞ് സ്റ്റിച്ച് ചെയ്ത് കിട്ടും. ഇനി ഇത് ബാക്ക് നെക്കാണ്. ഈ ബാക്ക് നെക്കും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് മാറ്റി പീസുകൾ തമ്മിൽ തെന്നിപ്പോവാതിരിക്കാൻ ഇതേപോലെ പിൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ശ്രദ്ധിക്കണം. ഈ കോട്ടൻ്റെ പീസ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നു. അത് ഈ നെറ്റിൻ്റെ മുകളിൽ നല്ല വശത്ത് വെച്ച് ഇതേപോലെ പിൻ ചെയ്ത് വെച്ച് കൊടുത്ത് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് മറിച്ച് അടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഈ നെക്കിൻ്റെ ഈ സൈഡിലായിട്ട് ഒരു 1/4 ഇഞ്ച്, അതേപോലെ ഈ കയ്യിൻ്റെ ഒക്കെ സൈഡിലായിട്ട് 1/4 ഇഞ്ച് മെഷർമെൻറ്റിൽ അടയാളപ്പെടുത്തി ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. നെക്ക് സ്റ്റിച്ച് ചെയ്ത ആ ഭാഗത്തും അതേപോലെ ഈ കൈ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തൊക്കെ ഈ സ്റ്റിച്ചുമ്മ തട്ടാതെ കട്ട് ചെയ്ത് മാറ്റണം. അതേപോലെ
സ്റ്റിച്ചുമ്മ തട്ടാതെ തന്നെ ചെറിയ കട്ടിട്ട് കൊടുക്കണം. എന്നാലുള്ളൂ നമ്മൾ കഴുത്ത് തിരിച്ച് ഇതേപോലെ ഇടുമ്പോൾ നല്ല നീറ്റിൽ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ചെറിയൊരു കട്ടിട്ട് കൊടുക്കുന്നത്. ഈ ടൈമിൽ തന്നെ ഇതിൻ്റെ ഈ നെക്കിൻ്റെ ഭാഗമൊക്കെ നല്ല ക്ലിയറായിട്ട് നീറ്റിൽ വെക്കാൻ ശ്രദ്ധിക്കണം. എന്നാലുള്ളൂ നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് വരുന്ന ടൈമിൽ നല്ല ടോപ്പ് നല്ല നീറ്റിൽ കിടക്കുള്ളൂ. ഈ ടൈമിൽ നെക്ക് പതിച്ചടിക്കണില്ല. കാരണം ഷോൾഡർ ജോയിൻറ്റിങ് ചെയ്യാൻ ഇതേപോലെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കൂടെ ഒരുമിച്ച് വെക്കണം. അപ്പോൾ ഇവിടെ പതിച്ചടിക്കണില്ല. ഇനി ബാക്ക് നെക്കിൻ്റെ അതേപോലെ നല്ല വശവും അതേപോലെ കോട്ടൺ ലൈനിങ്ങിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് ഇതേപോലെ ഒന്ന് പതിച്ചടിക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ പിൻ ചെയ്ത് ഈ നെക്കിൻ്റെ ഈ സൈഡിലൂടെ അതേപോലെ കൈയിൻ്റെ ഈ സൈഡിലൂടെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കഴുത്ത് അതേപോലെ പതിച്ചടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരിക്കലും പൊട്ടിപ്പോകാതിരിക്കാനാണ് ഈ രീതിക്ക് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യണത്. ഈ രണ്ട് കൈയിൻ്റെ ഈ നല്ല വശവും ചേർത്തിട്ട് ഈ ലൈനിങ്ങിൻ്റെ ഉൾഭാഗത്ത് വെച്ച് കൊടുക്കുക. നമ്മൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഇതേ ടൈപ്പിൽ ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അതേപോലെ ഒരിക്കലും പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. എന്നിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഉൾവശത്ത് വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. നമ്മളെ തുണിയുടെ ബാക്കും നെക്കും തുണി നല്ല വശവും ചേർന്നിട്ടില്ലെന്ന് ശ്രദ്ധിക്കണം. ഇനി ഇത് തിരിച്ചിട്ട് നോക്കുമ്പോൾ ഇതേപോലെ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് നല്ല നീറ്റിൽ കിട്ടും. അതേമാതിരി ഒരിക്കലും പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. ഈ നെക്കിൻ്റെ ഈ സൈഡിൽ ഇതേപോലെ പതിച്ചടിക്കണം. അപ്പോൾ ഈ ബാക്ക് നെക്കിൻ്റെ ആ ഭാഗത്ത് നിന്ന് തുടത്തിയിട്ട് ഇതേപോലെ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി. കൈയിൻ്റെ ഭാഗത്തും ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. രണ്ട് കൈയിൻ്റെ ഈ ഭാഗത്തും ഇതേപോലെ സ്റ്റിച്ച് കൊടുത്ത് നല്ല നീറ്റിൽ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. ടോപ്പിൻ്റെ അടിവശം നമ്മൾ മടക്കി തയ്ക്കണതിന് മുന്നായിട്ട് ഈ ഭാഗമൊക്കെ ക്ലിയർ ചെയ്ത് നല്ല നീറ്റിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഒക്കെ നല്ല നീറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചെസ്റ്റ് ഭാഗത്തിൻ്റെ അളവ് ഒന്നും കൂടെ ഒന്ന് മെഷർമെൻറ്റ് ചെയ്തിട്ട് ഈ ഭാഗത്ത് ഒന്ന് കറക്റ്റായി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇവിടെ നെക്ക് പതിച്ചടിക്കുമ്പോൾ അതേമാതിരി ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. പിന്നെ ചെസ്റ്റിൻ്റെ ഭാഗം അടയാളപ്പെടുത്തുമ്പോൾ അപ്പോൾ ഒരു 1/4 ഇഞ്ച് അതേപോലെ 1/2 ഇഞ്ചൊക്കെ കുറവുണ്ടെങ്കിൽ ഈ ടൈമിൽ ഒന്നും കൂടെ ഒന്ന് മെഷർമെൻറ്റ് ചെയ്ത് അടയാളപ്പെടുത്തുന്നത് നല്ലതാണ്. ഈ ടോപ്പിൻ്റെ അളവുകളൊക്കെ കറക്റ്റാണ്. ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. അതിന് നമ്മൾ എക്സ്ട്രാ തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ അതേപോലെ ഇനി ഇതിൻ്റെ അടി ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ അടിഭാഗത്ത് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഈ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി ഇതിന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഫ്രില്ലിട്ട് കൊടുക്കണം കൈയിൻ്റെ ആ ഭാഗത്ത്. നേരത്തെ എടുത്ത ഫ്രില്ല് ഒന്നും കൂടെ ചെറുതായതുകൊണ്ട് കുറച്ച് വലിയ ഒരു 5 ഇഞ്ചിലുള്ള ഒരു ഫ്രില്ലാണ് ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്രില്ല് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. നമ്മൾ കൈ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫ്രില്ല് വെച്ചാലും കുഴപ്പമില്ല. നമ്മൾ കൈക്കുഴിൻ്റെ ആ ഭാഗത്തോടെ നിന്നും ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു 2 ഇഞ്ച് മുകളിലായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നമുക്ക് ഫ്രില്ല് സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ഏകദേശം ഈ മെഷർമെൻറ്റിൽ ഒരു 3 ലെയറോട് കൂടിയിട്ടുള്ള ഫ്രില്ലാണ് സ്റ്റെപ്പായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ചെടുത്താൽ കൈയിൻ്റെ ഭാഗത്ത് കുട്ടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. 2 കൈയിനുള്ള ഫ്രില്ലും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. ഇനി ഈ കൈയിൻ്റെ ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ കൈക്കുഴിൻ്റെ അവിടെ നിന്ന് 1 അല്ലെങ്കിൽ 1.5 ഇഞ്ച് മുകളിലേക്ക് ഇതേപോലെ ഫ്രില്ല് വെച്ച് കൊടുത്തിട്ട് ഒരു പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് റൗണ്ടിൽ ബാക്ക് ഭാഗത്തേക്കും അതേമാതിരി ഫ്രണ്ട് ഭാഗത്തേക്കും എല്ലാ രീതിക്ക് ഇതേപോലെ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അതിന് മുൻപായിട്ട് ഇതേപോലെ ലെവൽക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ പിൻ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്.
ഇതിൻ്റെ 2 ഭാഗത്തും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഈ ടൈപ്പിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. ഇനി കൈയിൻ്റെ ഭാഗത്ത് ഒരുപാട് ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ ഈ സ്ലീവിന് ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഈ ടൈപ്പിലൊന്ന് ഷേപ്പ് ചെയ്ത് പഫ് സ്ലീവ് ആക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അടിയിൽ ഞാനൊരു ചെറിയ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്നും കൂടെ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിക്ക് ട്രൈ ചെയ്യുക. ഈ ക്രോപ്പ് ടോപ്പിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. 2 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്കുള്ള അളവിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ ശരി, ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും.